നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആവേശമാണ് ഫുട്ബോൾ ലോകത്താകെ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതാ മാർച്ചിൽ നടക്കാൻ പോവുകയാണ്. ഈ മാസം അവസാനം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വമ്പൻ പോരാട്ടങ്ങൾക്കാണ് ബ്രസീൽ ഒരുങ്ങുന്നത്. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിക്കും. ഏതായാലും വേൾഡ് കപ്പ് ടീമിൽ ആഞ്ചലോട്ടി എടുക്കാൻ സാധ്യതയുള്ള 18 പേരെ ഏതാണ്ട് സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 26 താരങ്ങളെയാണല്ലോ വേൾഡ് കപ്പിന് കൊണ്ടുപോവുക. അതിൽ 18 താരങ്ങളുടെ സ്ഥാനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നും കൂടുതൽ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിശദമായിട്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒഫീഷ്യലല്ല എന്ന കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിലെ കോളപ്പ് വേൾഡ് കപ്പ് ടീമിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും എന്ന് കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ കോളപ്പോടുകൂടി നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തത വരും. എന്നാലും ബ്രസീലിയൻ മാധ്യമങ്ങൾ വളരെ ആവേശത്തിലാണ്. അവർ ഓൾറെഡി കോച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 18 താരങ്ങൾ പറയുന്നത്. അതാരൊക്കെ നോക്കാം. ഗോൾ കീപ്പറായിട്ട് അലീസൺ ബെക്കർ തന്നെ. അലീസൺ ബെക്കർ ഇപ്പോൾ ലിവർപൂളിൻ്റെ താരം. അദ്ദേഹം തന്നെയാണ് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ അലീസൺ ബെക്കർ. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ എദർ മിലിറ്റാവോ ഡിഫൻസ്. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. അതിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം കളിക്കാൻ ഇറങ്ങും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുള്ളത്. ബ്രസീലിയൻ ആരാധകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എദർ മിലിറ്റാവോ, പിന്നെ ഫ്ലമിംഗോയുടെ ഡാനിലോ, പിന്നെ PSG മാർക്കിനോസ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നമ്മൾ മാർക്കിനോസിന് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഗബ്രിയൽ മെഗല്ലസ്, ആഴ്സണലിലെ ഗബ്രിയൽ മെഗല്ലസ് ഇപ്പോൾ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും. ഫ്ലമിംഗോയുടെ അലക്സാൻഡ്രോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ പിന്നെ ആഞ്ചലോട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ്, പിന്നെ ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയ്ബേറസ്, ചെൽസിയുടെ എസ്റ്റവായോ ഇപ്പോൾ ബ്രൂണോ ഗുയ്മറസ് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷേ അദ്ദേഹം വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എസ്റ്റവായും പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷേ മാർച്ച് മാസത്തിലെ കോളപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ വിനി ജൂനിയർ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ, FC ബാഴ്സലോണയുടെ റാഫീഞ്ഞ. അപ്പോൾ മുന്നേറ്റ നിരയിൽ നല്ല സൂപ്പർബായിട്ടുള്ള താരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും താരങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു 5 താരങ്ങളുണ്ട്. റോമയുടെ വെസ്ലി, ഫ്ലമിംഗോയുടെ ലൂക്കാസ് പക്വേറ്റ, ചെൽസിയുടെ ജാവോ പെഡ്രോ ഇപ്പോൾ മികച്ച ഫോമിലാണ്, ഗോൾ അടിച്ച് കൂട്ടുകയാണ് താരം. ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, ടോട്ടനാമിൻ്റെ റിച്ചാർലിസൺ. അപ്പോൾ ഈ താരങ്ങൾക്ക് ഏതാണ്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇനിയും പരിഗണിക്കപ്പെടാവുന്ന താരങ്ങളായിട്ട് കൊറിന്ത്യൻസിൻ്റെ ഹ്യൂഗോ സൗസ, ക്രുസൈറോയുടെ ഫബ്രിസിയോ ബ്രൂണോ, സെനറ്റിൻ്റെ ഡഗ്ലസ് സാൻഡോസ്, സെനറ്റിൻ്റെ ലൂയിസ് എൻട്രീക്കെ, ഈ താരങ്ങൾ ഉൾപ്പെടുന്നു. സർപ്രൈസ് ആയിട്ട് ടീമിലേക്ക് എത്താൻ സാധ്യതയുള്ള ബ്രമർ, യുവൻറ്റസിൻ്റെ ബ്രമർ. അതിന് കാരണം ഇപ്പോൾ മിലിറ്റാവോ അത്ര ഫിറ്റല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ അലക്സാൻഡ്രോ റിബൈറോക്ക് അവസരം കൊടുത്തപ്പോൾ നന്നായി കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം കൺസിസ്റ്റൻ്റ് അല്ല. പിന്നെ ബൂട്ടഫാഗയുടെ ഡാനിയിലോ, ഗലറ്റസറായിയുടെ ഗബ്രിയൽ സെറ, ലിയോണിൻ്റെ എൻട്രിക്ക് ഇപ്പോൾ ഫോമിലാണ്. ഇന്നലെ രാത്രിയും അദ്ദേഹത്തിൻ്റെ വക യൂറോപ്പ ലീഗിൽ ഗോളുണ്ടായിരുന്നു. ബേൺമൗത്തിൻ്റെ റയാൻ ടീമിലേക്ക് ഒരു സർപ്രൈസ് ഇൻക്ലൂഷനായി ഒരു പക്ഷേ ഈ മാസത്തെ കോളപ്പിൽ തന്നെ ഉണ്ടായേക്കുമെന്ന് പറയപ്പെടുന്നു. ബ്രെൻഫോർഡിൻ്റെ തിയാഗോ മികച്ച രൂപത്തിൽ ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സോ ആ താരങ്ങൾ സർപ്രൈസ് ആയിട്ട് ടീമിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോളപ്പ് സാധ്യതകൾ പറയുന്നത്. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയിരിക്കും അതനുസരിച്ചായിരിക്കും വേൾഡ് കപ്പ് ടീമിൽ ഇടമുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.